ജീവിതം പോലെ നീളുകയാണ് വഴികളും. യാത്രയുടെ ആരംഭവും ഗ്രാമത്തിൽ നിന്നായതിനാൽ വഴി വിളക്കുകളുടെ സൗന്ദര്യം ഈ പ്രഭാതത്തിനില്ല. പക്ഷേ മഞ്ഞിന്റെ തണവുണ്ട്. കാലങ്ങൾ കടന്നു പോകുമ്പോലെയാണ് ഈ വഴിയോരങ്ങൾ. സമയത്തിന്റെ കൂടെയാണ് സഞ്ചാരം. അനുഭവങ്ങൾ നിർമ്മിച്ചു തരുന്ന കാഴ്ചകളുടെയൊപ്പം. കരിനീല ആകാശം. പേട്ടയെന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. പേട്ടയുടെ സൗന്ദര്യമാണ് ഈ പാലം എന്ന് തോന്നുന്നു. ആ ആകാശത്തിനും ഈ പാലത്തിനും നീല നിറം. പച്ചയും മഞ്ഞയും നീലയും ആകെ മൊത്തം നിറങ്ങളുടെ കൂടിച്ചേരൽ. ഉച്ചവെയിലിന്റെ നിറങ്ങളും. ഒരു റിട്രോ ലോകം പോലെ. പണ്ടുള്ള സിനിമയിൽ കാണാം ഇങ്ങനെയുള്ള നഗരങ്ങൾ. ആരുടെയോ സ്വപ്നങ്ങൾ രൂപങ്ങളായപ്പോൾ മാനവികതയുടെ അത്ഭുതങ്ങൾ എന്ന് രേഖപ്പെടുത്തിയത്. സ്വപ്നങ്ങളുടെ ജ്വലനം എന്ന് പറയാം. അതാണ് ഈ ആകാശത്തിന് കീഴെ ഇത്ര സൗന്ദര്യം. ഒന്നാലോചിച്ചാൽ ഇതെല്ലാം പച്ച മണ്ണിൽ വരച്ചു ചേർത്ത ചിത്രങ്ങൾ അല്ലേ? വിശ്വാസങ്ങളുടെ കൂടാരങ്ങൾ. ആത്മീയതയുടെ അർത്ഥം ഇവിടെ നിറയും. മനോഹരമായ നിർമ്മിതികൾ. ഈ നഗരം ഇരുളുമ്പോഴാണ് കൂടുതൽ നിറങ്ങൾ വിരിയുന്നത്. സൂര്യന്റെ പ്രകാശം മങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. വേനൽ മഴയുടെ സാധ്യത പോലെ. നിറങ്ങളാണ് കൊതിപ്പിക്കുന്നതും കാഴ്ചയുടെ സൗന്ദര്യമാകുന്നതും അതിനൊരു അർത്ഥം നൽകുന്നതും. അർത്ഥങ്ങൾ പെർസ്പെക്റ്റീവുകളോട് ചേർന്ന് നിൽക്കുന്നു. എങ്ങനെ വിലയിരുത്തുന്നു എന്നതാണ് അനുഭവം. കാഴ്ചകളിലെ വ്യത്യാസങ്ങളാണ് ഈ ഭൂമിയിൽ തർക്കങ്ങൾക്ക് ജന്മം കുറിച്ചത്. എന്താ നാം കാണുന്നത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മനുഷ്യവംശത്തിന്റെ ചരിത്രം. ഈ വഴിയോരങ്ങളിലേക്ക് സന്ധ്യയെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ മഴയെത്തി. പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഇത്രയും വേഗം എത്തുമെന്ന് കരുതിയില്ല. ഇരുളും മഴയും പറയുന്നത് എന്ത് കഥയാണെന്ന് അറിയുമോ? പ്രണയത്തിന്റെ കഥ. ഒരിക്കലും തീരാത്ത ജീവിതമെന്ന കഥ പോലെ. വിരിഞ്ഞു നിന്ന ചെമ്പനീർ പൂവിൽ പറ്റി നിന്ന മഞ്ഞുകണങ്ങൾ. പാടുന്ന മനോഹര കാവ്യമായിരുന്നു പ്രണയം എന്ന തോന്നലാണ് മഴ ജനിപ്പിക്കുന്ന വികാരം.